നമസ്കാരം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്, അഥവാ രണ്ട് ക്ഷേത്രങ്ങളാണ്. അതിൽ ആദ്യത്തെ ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. രണ്ടാമത്തേതായ ക്ഷേത്രം ശിവക്ഷേത്രമാണ്. ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്നോ ഓം നമ ശിവായ എന്നോ കമൻ്റായി രേഖപ്പെടുത്തൂ. ആദ്യത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായി ഒരുപാട് അനുഗ്രഹങ്ങൾ തേടി വരുന്നതായി കാണുവാനായി സാധിക്കുന്നു. അപ്രതീക്ഷിതമായി ഭഗവാൻ ചില അവസരങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് നൽകാനായി പോകുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറുകയും ചെയ്യും. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ സാഹചര്യങ്ങൾ, പ്രധാനമായും ദേഷ്യം, ചില കാര്യങ്ങൾ മൂലമുണ്ടായിരിക്കുന്ന സങ്കടങ്ങൾ, അത്തരം കാര്യങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമായ ചില കാര്യങ്ങളാണ് ക്ഷമ തുടങ്ങിയ കാര്യങ്ങൾ, അഥവാ ചില കാര്യങ്ങളിൽ സമചിത്തതയോടെ മുന്നോട്ട് പോകണം. അതിന് സാധിക്കാവുന്ന സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ക്ഷമ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് നൽകുക എന്ന കാര്യവും ഓർക്കുക. തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും എപ്പോഴും പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. പ്രതീക്ഷകൾ പലതും പൂവണിയുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ മുൻപിലുള്ളത് എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സമയം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ പല മാർഗങ്ങളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ധനം എപ്രകാരം നേടിയെടുക്കണം, ധനനഷ്ടം എപ്രകാരം അകറ്റണം, ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം, അഥവാ അത്തരം ചില ചിന്തകൾ മനസ്സിലേക്ക് വന്നു ചേരാം. ധനപരമായി പരിശ്രമിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു പരിശ്രമങ്ങൾ, അതായത് നിങ്ങളെ തടയുവാനുള്ള അവരുടെ പരിശ്രമങ്ങൾ ഫലം കാണില്ല എന്ന കാര്യം ഓർക്കണം. നിങ്ങൾക്ക് ഈ സമയം വിജയങ്ങൾ നേടുവാനുള്ള അവസരം തന്നെയാണ് കടന്നു വരിക. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സങ്കടങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുതിയ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പുരോഗതി ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തിരിച്ചറിവ് പലപ്പോഴും വേണ്ടത് തന്നെയാണ്.
അത്തരം തിരിച്ചറിവ് അനുഭവിച്ചറിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. അന്വേഷിക്കുന്നത്, കാത്തിരിക്കുന്നത്, പരിശ്രമിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ എത്തിച്ചേരുവാൻ സഹായകരമായി തീരുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് അർഹമായ നീതി അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതാണ് വാസ്തവം. ചെയ്യാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവരിൽ നിന്നും പഴി കേൾക്കേണ്ടതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ ചെയ്യാത്ത കുറ്റത്തിന് പഴിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. നിഷ്കളങ്കമായുള്ള നിങ്ങളുടെ മനസ്സിനെ, സത്യസന്ധമായുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തെ പലരും മുതലെടുക്കുവാനായി ശ്രമങ്ങൾ നടത്തുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയായിരിക്കും ഫലമായി വന്നു ചേരുക. വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം. ഇതുവരെ ചെയ്യാത്തതായ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പോലും സാധിക്കും. പലരും അത്തരമൊരു യാത്രയിലേക്ക് പോകുന്നതായി കാണുന്നു. പുതുവെളിച്ചം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുകയാണ്. രണ്ടാമത്തെ ചിത്രമായ ശിവക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. അത്തരത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും ഒരു മാറ്റം കടന്നു വരാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. നിങ്ങൾക്കത് ഗുണകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ഒരു പരിശ്രമത്തിന് ഒരു വലിയ വിജയം തന്നെ കാണുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെയാകില്ല എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഭഗവാൻ അപ്രകാരം നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ചൊരിയുകയാണ്. ജീവിതത്തിൽ എല്ലാ രീതിയിലും നെഗറ്റീവായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, നെഗറ്റീവായി തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ദുരിതങ്ങൾ മാറി അഥവാ ഇരുട്ട് മാറി പുതുവെളിച്ചത്തിലേക്ക് പ്രവേശിക്കണം, എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. അത്തരം വ്യക്തികളുടെ ഊർജം തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകില്ല കാര്യങ്ങൾ എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പലപ്പോഴും ഓരോ കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് തളർന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പ്രതീക്ഷകൾ തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകില്ല ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുക. തളർന്നു പോകാതെ ഈശ്വരനിലുള്ള ആ വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി പ്രകടമാകുന്ന അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ്. അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നു. പല വ്യക്തികളും ഇപ്പോഴും അപ്രകാരം ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് കാണുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പത്ത്, ധനപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്കുള്ളത്. അതെല്ലാം ഒരു പരിധി വരെ വിജയിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ഏത് രീതിയിലുള്ള സമീപനം വേണം,
അത്തരം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ സ്വയം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളിൽ ചില വ്യക്തികൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എങ്കിലും പലപ്പോഴും അത് നിലനിൽക്കാത്തതായ സാഹചര്യമുണ്ട്. പല വിഷമതകളും പിന്നീട് ബാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ളവർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിക്കൊടുത്തതിലുള്ള സന്തോഷമായിരിക്കാം. എന്നാൽ ചില വ്യക്തികൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പോസിറ്റീവായ ചില കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, ചില വ്യക്തികളെ നെഗറ്റീവായ ഊർജം കൂടുതലായും ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലരിലും മടി കയറി കൂടുന്നതിന് കാരണമായി തീരുന്നുണ്ട്. നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആരോ നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ശത്രുക്കൾ പലപ്പോഴും നിങ്ങൾക്ക് മേൽ വിജയം നേടുന്ന സാഹചര്യം പോലുമുണ്ട്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുവാൻ പലരും ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും വാസ്തവമാണ്. ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ പലരും ശ്രമിക്കുന്നു എന്നതും വാസ്തവമാണ്. അല്ലെങ്കിൽ അവഗണന നേരിടുന്നു എങ്കിൽ തീർച്ചയായും അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് അവസരങ്ങളാണ് എത്തിച്ചേരാനായി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൽ എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാൻ പോവുകയാണ്.